ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇവിടുത്തെ ലോഡിങ് കഴിഞ്ഞു. നെതർലാൻഡ്സിൽ ലോഡിങ് ഇപ്പം തന്നെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ സ്പെയിനിലേക്ക് ലീജയിൽ പോയിട്ട് വണ്ടി നിർത്തണം. ബെൽജിയത്തിൽ അവിടെ നിന്ന് കുളിക്കണം. Sigue por 400 metros hasta el final de la calle, después gira a la izquierda. അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും നീങ്ങണം. ട്രക്കുകൾ അവിടെ കിടക്കാൻ പാടില്ല എന്നുള്ള ഇത് വെച്ചിട്ട്, പക്ഷെ ഞാൻ അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട്. അവിടെ കിടന്നിട്ട് ഞാൻ വൈകിട്ടായി ലോഡ് കയറ്റാൻ കഴിഞ്ഞ ശേഷം വന്നപ്പോൾ, എന്നിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനിവിടെ കിടന്നുറങ്ങിയിട്ടോ പോയെ. അപ്പം അത്യാവശ്യം നല്ല മഴയുണ്ട്. ചാറ്റൽ മഴയൊക്കെ മാറി ചെറിയ രീതിയിൽ മഴ കൊള്ളുകയും ചെയ്തു. അപ്പം ഇനി നൈസായിട്ട് ചെറിയ ജലദോഷമൊക്കെ ആയിട്ട് നമുക്ക് നീങ്ങാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബിദോണസാണ്. ബിദോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 മീറ്റർ ഹൈറ്റിൽ ഉള്ള ഇത്തരം വലിപ്പമുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ സീൽ ചെയ്തേക്കണ സംഭവങ്ങളാണ്. അതിൻ്റെ അകത്ത് ലിക്വിഡ്സും അതിൻ്റെ അകത്ത് ഈ ചെറിയ സവോളകളും. എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോക്ടെയിലിനൊക്കെ വെക്കുന്ന സംഭവങ്ങളാണ് അതിൽ. പേടിപ്പിച്ചാണ്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഒരു 308 കിലോമീറ്റർ കഴിയുമ്പോൾ വണ്ടി നിർത്തി ഒന്ന് കുളിക്കണം. വലിയ കുഴപ്പമില്ലാണ്ടാണ് അവിടെ എത്തുന്നുണ്ടെങ്കിൽ കുളി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വണ്ടി എടുക്കും. കാരണം എനിക്ക് ഈ ആഴ്ചയിൽ ഇനി 17 മണിക്കൂറത്തെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ എങ്ങനെ പോയിരുന്നാലും എനിക്ക് വണ്ടി ഒതുക്കേണ്ടി വരും. കമ്പനി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓടിച്ചോളാൻ പറയും, പക്ഷെ അതിൻ്റെ ആവശ്യകത എനിക്ക് തോന്നണില്ല. ഇവിടെ നിന്ന് നമുക്ക് ലോഡ് ഇറക്കണ സ്ഥലത്തേക്ക് വന്നിട്ട് 1570 കിലോമീറ്ററാണ്. Sal de la rotonda por la segunda salida por la número 715. ആ വണ്ടി വരുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഇവിടുന്ന് കിടക്കണം. അവനെ മുൻപിൽ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പണി കിട്ടും. നമുക്ക് ഇവിടുത്തെ നിയമപ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ റൗണ്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കാണ് പ്രിഫറൻസ്. അപ്പോൾ റൗണ്ടിലേക്ക് കയറാനുള്ള പരിപാടി നമ്മൾ ആദ്യം നോക്കണം. ഇല്ല, ആ പുള്ളി അങ്ങോട്ട് പോയി. എനിവേ, ഇപ്പോൾ വന്നിട്ട് 1 മണി കഴിഞ്ഞു. നമ്മളിനി 2, 3, 4, 5 മണി കഴിയുമ്പോഴേക്ക് 5 മണിക്കകത്ത് ആൻഡ്വെർപ്പൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് എത്താം. ഇല്ലെങ്കിൽ വഴി കിടക്കേണ്ടി വരും. പിന്നെ ഈ ലോഡായതുകൊണ്ട് ധൈര്യമായിട്ട് വഴി കിടക്കാം, അടിച്ചുകൊണ്ട് പോരുക. അങ്ങനെ ഒരു ഗുണമുണ്ട്. വല്ലപ്പോഴൊക്കെ കിട്ടുന്നൊരു ചാൻസാണ് ഇതുപോലത്തെ ലോഡുകൾ. അല്ലെങ്കിൽ ആമസോണിൻ്റെ DHL കോട്ടങ്ങൾ തലവേദന പിടിച്ച പരിപാടിയാണ്.
നമ്മുടെ മുമ്പിലായിട്ട് ഒരു ട്രാക്ടർ മന്ദം പോകുന്നുണ്ട്. ഇത് കാർഷിക മേഖല ആയതുകൊണ്ട് ഇതുപോലത്തെ സംഭവങ്ങൾ പ്രതീക്ഷിക്കാം. നമുക്കിനി അധികം ദൂരമില്ല ഹൈവേയിലേക്ക് കയറാനായിട്ട്. ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ കഷ്ടി. Sal de la rotonda por la segunda salida por Osterrenweg. ഇവിടുന്ന് ഒരു നാഷണൽ വലത്തോട്ട് നമുക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്ത് പോകണം. നമ്മൾ വന്നത് ഈ റൂട്ട് തന്നെയാണ്. മഴ കൊള്ളുന്നുണ്ടെങ്കിലും ആ ക്ലോക്ക് വർക്കിംഗ് ആണ് ആ പള്ളിയിലുള്ളത്. En 1 kilómetro, gira a la derecha en la 6. അത്യാവശ്യം ലോഡുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത ലോഡുണ്ട്. വണ്ടി ചവിട്ടുമ്പോൾ അങ്ങോട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പം എന്തായാലും സ്ലിപ്പിങ് ഉണ്ടാവില്ല. പിള്ളേരൊക്കെ സ്കൂൾ കഴിഞ്ഞ് പോകണമെങ്കിൽ മഴക്കോട്ടൊക്കെ ഇട്ട് നടന്ന് അല്ലെങ്കിൽ ഇവിടെ സൈക്കിളിനൊക്കെയാണ് പോവാ പിള്ളേർ. Gira a la derecha en la 6. നമുക്കിനി ഇവിടുന്ന് നേരെ ഹൈവേ എടുത്തിട്ട് നേരെ ആംസ്റ്റർഡാം, ബ്രേദ, അതുവഴി ആൻവർപ്പൻ, ബെൽജിയം കയറി അതുവഴി അവിടെ നിന്ന് പാരീസ് കയറി, ലീജ കയറി, പാരീസ് കയറി, അതുവഴി നേരെ ബുർദിയോസ് വഴി തിങ്കളാഴ്ച കാലത്താണ് സ്പെയിനിലെത്തുന്നത്. തിങ്കളാഴ്ച കയറാൻ പറ്റുള്ളൂ. അപ്പം ഇനി ഇവിടുന്ന് മന്ദം നമുക്ക് ഹൈവേയിൽ കയറിയിട്ട് ഏതൊരു പട്ടണമായി കിടന്നത്. വണ്ടി ചവിട്ടിയിട്ട് അങ്ങോട്ട് ഇരിക്കാനുള്ളൂ. En 6 kilómetros y medio. 3 മണി വരെ ഓട്ടൊക്കെ ചെയ്യാം. ഇതിപ്പോ നമ്മളെ A6-ലാണ്. ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ വെച്ച് കഴിഞ്ഞാൽ റൂട്ടിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെന്ന് അറിയുള്ളൂ. ബെൽജിയം കഴിഞ്ഞ് നമുക്ക് എന്തായാലും അപ്പുറത്തോട്ട് കയറാൻ പറ്റുന്ന വലിയ പ്രതീക്ഷയില്ല എനിക്ക്. ഫ്രാൻസിൽ എന്തായാലും ഇന്ന് കയറാൻ സമയം ഉണ്ടാവില്ല.
ഇവിടെ നിന്നൊരു 4.4 കിലോമീറ്റർ കഴിയുമ്പോൾ അടുത്തതിലേക്ക് കയറും. ഇവിടെ ഏമലോദ് എന്ന് പറയാം ഈ പറഞ്ഞ സ്ഥലം. അത്യാവശ്യം ഫേമസ് ആണ്, എന്തിനാണെന്നറിയില്ല. ഇവിടെ സാധാരണഗതിയിൽ യൂറോപ്യൻ യൂണിയനിൽ എല്ലായിടത്തും ജനുവരി മാസങ്ങളിൽ സ്ട്രൈക്ക് ഉണ്ടാവും. സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട റോഡ് ഉപരോധം ട്രാക്ടർമാരൊക്കെ കൊണ്ടുവന്ന് അതെല്ലായിടത്തും ഉണ്ടാവും. നെതർലാൻഡ്സിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെതർലാൻഡ്സിൽ ആ സാധനം പൊട്ടി പതിക്കുമ്പോഴേക്കും അവർ ഒതുക്കി തീർക്കും, കാരണം അവർക്ക് മോശക്കേടാ. ഫ്രാൻസിൽ സൈഡിൽ കൂടെ തുടങ്ങിയിട്ട് വലിയ വലിയ പ്രക്ഷോഭങ്ങൾ, സംഭവങ്ങൾ, വണ്ടി നിർത്തൽ, വണ്ടി കത്തിക്കൽ, ഞങ്ങളുടെ വണ്ടിയുടെ ലോഡൊക്കെ അവർ വലിച്ചു പുറത്തേക്കിടും, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഫ്രാൻസിൽ. അവിടെ അങ്ങനെ. ജർമ്മനിയിൽ സംഭവങ്ങളും പൊട്ടിപ്പിടുമ്പോഴേക്കും ഇവർ വന്ന് അത് അവർ വിധയും ഒതുക്കി തീർക്കും. അങ്ങനെ സ്പെയിനിലും വലിയ കാര്യമായിട്ട് അങ്ങനെ നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെയിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലേക്ക് ഭൂരിഭാഗം പച്ചക്കറികൾ കയറുന്നത് സ്പെയിനിൽ നിന്നാണ്. അവരൊരു ദിവസം ഒരു ലോഡ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭീമമായ നഷ്ടമാണ്. അപ്പം അതിൻ്റെ പേരിൽ ചെറുകിട സംരംഭകർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും വലിയ സംരംഭകർ അതിനെ മറച്ചു കളയും. കാരണം ഇപ്പം ഏകദേശം ചെറിയ ചെറിയ സംരംഭകർ വലിയ കാര്യമായിട്ടില്ല. ഇപ്പോൾ വലിയ ടീമുകൾ അവരുടെ ഭൂമി എടുത്തിട്ട് അവർ തന്നെയാണ് ലോഡ് ഇറക്കണം, അവർ തന്നെ വിളവെടുക്കും, അവർ തന്നെ പാക്ക് ചെയ്യും, അവർ തന്നെ അയക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് സ്പെയിനിൻ്റെ വിശേഷം. ഇവിടെ ചെറുകിട കർഷകർ ഇവരെന്തിനാ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെയിനിൽ നിന്നൊക്കെ സാധനങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാരണം കൊണ്ട് ഇവർക്ക് ഇവിടെ മാർക്കറ്റ് ഇല്ല എന്നാണ് പറയണത്. എല്ലായിടത്തും ഇതൊക്കെ തന്നെ പ്രശ്നങ്ങൾ. ഇവിടെ നിന്ന് രണ്ടായിട്ട് മാറും. ഇത് പോന്നിട്ട് ആംസ്റ്റർഡാമിക്ക്, ഇടത് വന്നിട്ട് സ്വാലി. ഇവിടെ നിന്ന് ഒരു 200 കിലോമീറ്റർ അടുത്തുണ്ട് നമുക്ക് ബോർഡറിലേക്ക്, ബെൽജിയം ബോർഡറിലേക്ക്. ഇവിടെ നിന്ന് ഇനി ഒരു 48 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊത്രച്ച് എന്ന് പറയും. അത്യാവശ്യം ഫേമസ് ആയിട്ടൊരു സിറ്റിയാണ്. അവിടെ നിന്ന് കയറി നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ബെൽജിയം കയറണം. ബെൽജിയത്തിലൊരു കുളി കഴിക്കണം. അവിടെ നിന്ന് നേരെ ഫ്രാൻസ് കയറണേക്കാളും മുമ്പ് വണ്ടി നിർത്തേണ്ടി വരും. എന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റിട്ട് വീണ്ടും ഇന്ന് വന്നിട്ട് 10-11 മണിക്കൂറാണ് റെസ്റ്റ്. മന്ദം താഴത്തേക്ക്. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.